രേവതി കോലമിട്ടുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി വന്നിട്ട് പറയാണ്, അയ്യോ നീ ഇങ്ങനെയാണോ കോലമിട്ടത്? ഇങ്ങനെയൊന്നും അല്ല കോലമിടേണ്ടത്, അതിൻ്റെ അടിയിൽ വെൽക്കം എന്നും കൂടി എഴുത്, അയാൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരികയല്ലേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കും അച്ഛമ്മോടും, അച്ഛമ്മ ഇത്രയും കാലം നാട്ടിലേക്ക് അവിടേക്ക് വന്നിട്ട് അമ്മ എന്തെങ്കിലും വെൽക്കം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടോ ചോദിക്കും. അച്ഛമ്മ പറയും, ഇല്ല ഇതൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിതൊക്കെ കാണണേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഉമ്മർത്തേനെ ഒരു ബക്കറ്റ് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ചന്ദ്രൻ, അയ്യോ ഈ ബക്കറ്റ് ആരും ഇവിടെ കൊണ്ടുവന്ന് വെച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുകയാണ്. ഓടുമ്പോൾ വീഴാൻ പോകുമ്പോഴത്തേനും രവി വന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് ഇങ്ങനെ ഒരു നാണം പോലെ വരും. അപ്പോൾ നമ്മുടെ സച്ചി പറയും, എന്തിനാ പിടിച്ചേ ജസ്റ്റ് മിസ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയും, കണ്ടോ അവന് ഞാൻ വീണ് കാലൊടിഞ്ഞ് കിടക്കണം എന്ന് ആഗ്രഹം എന്ന് പറയും. അപ്പോൾ നമ്മുടെ അച്ഛമ്മ ചോദിക്കും, എന്താ രവി ഇന്നലെ രാത്രി കിടക്കുമ്പോൾ അവൾ പുറത്തേക്ക് എങ്ങാനും വല്ലതും ഇറങ്ങിയോ, അവളുടെ മേത്ത് ബാധ വല്ലതും കയറിയുണ്ടോ? അല്ല രാവിലെ തൊട്ട് ഓട്ടാണല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ രവി പറയും, എനിക്കറിയില്ല അമ്മേ, ഇനിയിപ്പോൾ അവളുടെ ചെറിയച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും വലിയ ഓട്ടാവും എന്ന് പറയും കേട്ടോ. അങ്ങനെ അവരൊക്കെ ഉള്ളിലേക്ക് പോകുമ്പോൾ വർഷം എണീറ്റ് വരികയാണ്. എന്നിട്ട് പറയും, ആൻറ്റി എനിക്ക് ചായ കിട്ടിയില്ലല്ലോ ആൻറ്റി എന്ന് പറയും. അപ്പോൾ തന്നെ ചന്ദ്ര, രേവതി നീ ഇവർക്ക് ചായ കൊടുത്തില്ലേ ചോദിക്കും. അപ്പോൾ വർഷം ചോദിക്കും, ഞാനിപ്പോൾ നീറ്റ് വന്നിട്ടല്ലേ ഉള്ളൂ, പിന്നെ എനിക്ക് എങ്ങനെ ചായ തരിക, എനിക്കിപ്പോൾ ചായ തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അച്ഛമ്മ ചോദിക്കും, നീ ഇപ്പോഴാണോ നീറ്റ് വരുന്നത്, എന്നിട്ട് പല്ല് പോലും തേക്കാണ്ട് നീ ചായ കുടിക്കാൻ പോവുകയാണോ ചോദിക്കും. അപ്പോൾ വർഷം പറയും, ഞാൻ ബെഡ് കോഫി കുടിക്കാമെന്ന് വെച്ചിട്ടാണെന്ന് പറയും കേട്ടോ. ബെഡ് കോഫിയോ അതെന്താ ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു കൊടുക്കും, അത് നീറ്റ് ഉടനെ കുടിക്കുന്ന ചായ അച്ഛമ്മ ബെഡ് കോഫി പറയും. നീ പോയിട്ട് നീറ്റ് കുളിച്ചിട്ട് വാ, ശ്രീകാന്തൻ നീ ഇതൊന്നും പറഞ്ഞു കൊടുക്കാറില്ലെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തനെയും പറയും കേട്ടോ. അപ്പോൾ വർഷം, ഞാൻ എന്തായാലും ചായ കുടിച്ചിട്ടേ പോകണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര, അയ്യോ ഞാൻ ആ കാര്യം മറന്നു, ഇനി ഞാൻ എന്ത് ചെയ്യും? അതെ ഇവളുടെ ചെറിയച്ഛൻ വരുമ്പോൾ ഏത് റൂമാണ് കൊടുക്കുക, ഇവിടെ ഒരു റൂം ഒഴിവില്ലല്ലോ എന്ന് പറയും. സുധിയുടെ അടുത്ത് പോയിട്ട് പറയും, സുധി നിൻ്റെ റൂം കൊടുക്കുമോ ചോദിക്കുമ്പോൾ അത് പറ്റില്ല പറയും കേട്ടോ. എന്നിട്ട് വർഷോട് ചോദിക്കുമ്പോൾ വർഷം പറയും, അയ്യോ അത് പറ്റില്ല ആൻറ്റി, അത് പറ്റില്ല എന്ന് പറയും. അപ്പോൾ അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് നോക്കുമ്പോൾ നമ്മുടെ സച്ചി പറയും, നിങ്ങൾ 2 ഓട്ടക്കാർ കാരണം വീട്ടിൽ തന്നെ അമ്മയച്ഛനും ഹോളിലാണ് കിടക്കണേ, ഇനി ഇവിടെ ആകുമ്പോൾ അച്ഛമ്മേൻ്റെ അടുത്ത് ഇവർ പുറത്ത് വിടും കേട്ടോ, എന്നിട്ട് അച്ഛമ്മയുടെ റൂമാവും കൊടുക്കുക എന്ന് പറയും. അപ്പോൾ എന്നിട്ട് നമ്മുടെ ശ്രുതി പറയും, ഇല്ല ഞങ്ങളുടെ റൂമിൽ കിടന്നോട്ടെ, ഞങ്ങൾ ഹോളിൽ കിടന്നോളാം എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ശ്രുതി കുഴപ്പമില്ല നമുക്ക് ഹോളിൽ കിടക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ അങ്ങനെ ഇതാക്കും കേട്ടോ. അങ്ങനെ കുറേ കഴിയുമ്പോഴാണ് ഒരു കാർ വരുന്ന സൗണ്ട് കേൾക്കുക. അത് ചന്ദ്ര കാണുമ്പോൾ തന്നെ ചന്ദ്ര, അയ്യോ ശ്രുതിയുടെ അങ്കിള് വന്നു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഓടിപ്പോയി എല്ലാവരെയും വിളിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും വിളിച്ച് വന്നതിന് ശേഷം കാറിൻ്റെ അവിടേക്ക് പോകുമ്പോൾ കാറിന്നാണെങ്കിൽ ആളെ ഇറങ്ങുന്നില്ല. അപ്പോൾ എന്താ ശ്രുതി നിൻ്റെ അങ്കിളെ ഇറങ്ങാത്ത ചോദിക്കുമ്പോൾ ശ്രുതി, അയാളിനി ആക്ഷൻ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണോ ഭഗവാനെ എന്ന് മനസ്സിലിങ്ങനെ പറയട്ടോ. അങ്ങനെ ഇവരൊക്കെ കൂടി പോയിട്ട് കാറ് തുറക്കുമ്പോഴത്തേനും ആൾ ഇറങ്ങുകയാണ്. എന്നിട്ട് ഭയങ്കര പ്രൗഢിയിലൊക്കെയാണ് ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് പകുതി ആശ്വാസമാവും. അങ്ങനെ ഒരു ആട് കരയണ സൗണ്ട് കേൾക്കുമ്പോൾ അയാൾ ഗോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടുക. അപ്പോൾ ശ്രുതി വേഗം പിടിച്ചിട്ട് നിർത്തും കേട്ടോ. അപ്പോൾ അയാൾ മാറ്റിയിട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കും. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.